ജനപക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബെൻസി പോളിക്ലിനിക്. വി കെയർ ഫോർ യുവർ ഹെൽത്ത്. ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം. ബെൻസി പോളിക്ലിനിക്. അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം. ENT, നേത്രരോഗ വിദഗ്ധൻ, ഡെർമറ്റോളജിസ്റ്റ്, ജനറൽ ഫിസിഷ്യൻ, അസ്ഥിരോഗ വിദഗ്ധൻ, പീഡിയാട്രിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, ഫാമിലി മെഡിസിൻ ഡോക്ടർ, സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള TMT, എക്കോ, എക്സ്റേ വിഭാഗങ്ങൾ. പെയിൻ ക്ലിനിക്, മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ, ഡോക്ടർ ഓൺ കോൾ സൗകര്യം, രക്തസാമ്പിൾ ശേഖരണം, അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ICU തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി, പൊന്നാനി റോഡ്, ചന്തപ്പടി, പൊന്നാനി. ഇവിടെ ഹാപ്പിനെസ് പാർക്കുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ സാധ്യതകൾ, അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതിനെ സംബന്ധിച്ചൊക്കെ ഇവിടെ LDF വിജയേട്ടൻ പരാമർശിക്കുകയുണ്ടായി. എന്താണ് ഷാനസ് ഖാൻ അത് തുടങ്ങി വെച്ചതാണ്? എന്താണ് ഷാനസ് ഖാൻ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? അത് എന്തായാലും പറയേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ 2000 മുതൽ 2015 വരെ പ്രതിനിധാനം ചെയ്ത ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ അന്നും 8ാം വാർഡാണ്, ഇന്നും 8ാം വാർഡാണ്. ആ സമയത്ത് പ്രസിഡൻ്റായിരുന്ന സമയത്ത് ഞാൻ നേരത്തെ എൻ്റെ സംസാരത്തിൽ പറഞ്ഞു, ഒരുപാട് കുളങ്ങൾ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്തുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു 15 വർഷം വാർഡ് അല്ലേ പറയട്ടെ, ഞാൻ പറയട്ടെ ഞാനതിൻ്റെ തുടക്കം പറയട്ടെ. അതായത് ആ 2010-15 കാലയളവിൽ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് കുളങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുളമാണ് ചിറക്കുളം. ഈ ചിറക്കുളം എന്ന് പറഞ്ഞാൽ ഒരു ചളിക്കുളമായിട്ട് ഒരു ഉപയോഗശൂന്യമായി കിടന്നിരുന്ന ഒരു കുളമായിരുന്നു. അത് ആ കാലയളവിൻ്റെ സമയത്താണ് നമ്മൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അന്ന് പ്രസിഡൻ്റായിരുന്ന ശ്രീമതി സുഹ്റാ മമ്പാടായിരുന്നു നമ്മുടെ നാട്ടുകാരി കൂടിയായിട്ടുള്ള മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ ശ്രദ്ധയിൽ ഈ കുളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ 2010-15 കാലയളവിലാണ്, 2012 എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. വിജയലക്ഷ്മി അവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളും അന്ന് ആ കാലയളവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുഖേന ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലും നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിനുമൊക്കെ കൊണ്ടുവന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നാട്ടുകാരി എന്നുള്ള രീതിയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് അവരുടെ ശ്രദ്ധയിൽ ഈ ചിറക്കുളവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറയട്ടെ വിചാരിച്ചു. ഞാൻ പറഞ്ഞിട്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സുഹ്റാ മമ്പാട് പ്രത്യേക താല്പര്യം എടുത്ത്. ഇപ്പോൾ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ 32 അംഗങ്ങളായിരുന്നു കഴിഞ്ഞ സമയത്ത്. ഇപ്പോൾ 33 ഡിവിഷനാണുള്ളത്. എല്ലാ ഡിവിഷനിലേക്കും നമ്മൾ ഇത്രയെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും സമമായിട്ട് കൃത്യമായിട്ട് വീതിച്ച് ഓരോന്നിനും കൊടുക്കും. അതിനു പുറമെയാണ് ഞാൻ ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങൾക്ക്. അത് ജില്ലാ പഞ്ചായത്തും അന്നത്തെ ഇറിഗേഷൻ വകുപ്പും കൂടി സംയുക്തമായി കൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു പ്രവർത്തന പദ്ധതിക്ക്, അതായത് ഇന്ന് കാണുന്ന മനോഹരമായ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ആദ്യ ചുവടുവെപ്പ് എന്നുള്ള രീതിയിൽ ഏകദേശം 40 ലക്ഷം രൂപയോളം ചെലവഴിച്ചാണ് ഏറ്റവും വലിയ കുളം ആലങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ ചിറക്കുളം എന്ന് പറയുന്ന ഏറ്റവും വലിയ കുളം മനോഹരമായ രീതിയിൽ കൊണ്ടുവരാൻ അന്ന് ആ പദ്ധതിക്ക് നേതൃത്വം നൽകുക വഴിയാണ് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിൽ അഭിമാനപൂർവ്വം പറയട്ടെ. അന്നത്തെ ആ വാർഡിനെ പ്രതിനിധാനം ചെയ്തിരുന്ന ഒരു മെമ്പറും അന്ന് പ്രസിഡന്റുമായിരുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ആ പദ്ധതി കൊണ്ടുപോകും. അതിൻ്റെ ശേഷം ഹാപ്പിനെസ് പാർക്ക് വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് സന്തോഷം, എൻ്റെ നാട്ടിലാണ്, എൻ്റെ വാർഡിലാണ്, സന്തോഷമുള്ള കാര്യം തന്നെയാണ് വന്നിട്ടുണ്ട്. അതിനുശേഷം MLA വന്നു, MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഇപ്പോഴത്തെ മെമ്പറുടെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, ഇല്ലാന്നും ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ആ കുളം ഇന്ന് കാണുന്ന മനോഹരമായ രീതിയിലേക്ക് ഹാപ്പിനെസ് പാർക്ക് അടക്കം കൊണ്ടുവരാനുള്ള മനോഹരമായ രീതിയിലേക്ക് കൊണ്ടുവന്നത് വളരെ അഭിമാനത്തോടുകൂടി പറയാം UDFിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ ഒരു നേട്ടം തന്നെയാണ് ഞാൻ പറയുന്നത്. അതാണ് എനിക്ക് അത് സംബന്ധമായി പറയാനുള്ളത്. കൂട്ടിച്ചേർത്ത് ചില കാര്യങ്ങൾ കൂടി പറയാനുള്ളത്. റോഡുകളുടെ കാര്യം നേരത്തെ പറഞ്ഞു, സമയപരിധി ഉണ്ട് എന്നറിയാം. റോഡുകളുടെ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട റോഡുകളൊക്കെ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുമായി അതിന് വേണ്ടി ഡ്രൈനേജ് കൊണ്ടുപോയതിൻ്റെ ഭാഗമായി ഇന്ന് എല്ലാ റോഡുകളും പ്രധാനപ്പെട്ട റോഡുകളൊക്കെ വളരെ പ്രയാസത്തിലാണ്.
ചങ്ങരംകുളത്ത് നിന്ന് നേരത്തെ പറഞ്ഞു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകുന്ന, അതും എൻ്റെ വീടിലേക്ക് പോകുന്ന ഒരു വഴി കൂടിയാണ്. ഞാനത് ഉദാഹരണ സഹിതം പറയുമ്പോൾ നമ്മുടെ സ്വന്തം പിന്നെ അനുഭവം പിന്നെ പറയുമ്പോൾ അതിന് കുറച്ചും കൂടി വ്യക്തത ഉണ്ടാവുമല്ലോ എന്ന രീതിയിലാണ് നമ്മുടെ നാട്ടിലെ കാര്യം തന്നെ കൃത്യമായി പറയാൻ കാരണം. പൊളിഞ്ഞ് ഒരു നടക്കാൻ പോലും കഴിയാത്തവർ, ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പാവപ്പെട്ട ഒരുപാട് രോഗികൾ വരുന്ന ഒരു ഓട്ടോറിക്ഷ കൃത്യമായിട്ട് പോകാൻ കഴിയാത്ത രീതിയിലുള്ള, അതിന് വിജയേട്ടൻ പറയും ഫണ്ട് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം ഒരു ബോർഡ് കണ്ടു 25 ലക്ഷം എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഒരു ബോർഡ് കണ്ടു 10 ലക്ഷം രൂപ MLA ഫണ്ട് പാസ്സായിട്ടുണ്ട്. ഈ 15 അല്ല ആദ്യം 25ന്റെ ബോർഡും പിന്നെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ 25 ലക്ഷം എന്ന് പറയുന്നുണ്ട്. എല്ലാം ഇപ്പൊ 10 ഉള്ളൂ. 10 എന്ന് പറയുമ്പോ എവിടെ എത്തും? ഒരു 10 ലക്ഷം രൂപയ്ക്ക് എത്ര ചെയ്യാൻ കഴിയും ഇപ്പോഴത്തെ ഇതനുസരിച്ചിട്ട്? ഒരിക്കലും പിന്നെ അത് ആ റോട്ടിലൂടെ എത്ര കാലം വേണം. ഞങ്ങളിപ്പോ ഈ ഇലക്ഷൻ വന്നപ്പോഴാണ് ബോർഡ് വന്നത്. ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ബോർഡ് വന്നത്. ഫണ്ട് നിങ്ങൾക്ക് നേരത്തെ വെക്കാലോ, പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളല്ലേ നേരത്തെ വെക്കാലോ. അപ്പോ റോഡുകളുടെ അവസ്ഥ വളരെ മോശമാണ്. ഇപ്പോ ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ കാര്യം ഇവിടെ പറഞ്ഞു. ഇപ്പോൾ ഞാനും വിജയേട്ടനും, ഞാൻ ഫസ്റ്റ് ഗ്രാമപഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് എൻ്റെ ഒപ്പം മെമ്പറായ ആളാണ് വിജയേട്ടൻ. അല്ല പിന്നെ വിജയേട്ടൻ 2005 രണ്ടാമത് ഞാൻ മെമ്പറാകുമ്പോൾ വിജയേട്ടൻ മെമ്പറായിരുന്നു 2000. അതിനുശേഷം ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പിന്നെ അവിടെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ, പഞ്ചായത്തിൽ അങ്ങനെ പോസ്റ്റ് ഇല്ലെങ്കിലും ആ പോസ്റ്റ് ആലങ്കാരികമായിട്ട് പിന്നെ അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പിന്നെ ഒറ്റ കാര്യം വിജയേട്ടന് മുമ്പിൽ പറയാനുള്ളത് വെച്ചാൽ, ഭവന നിർമ്മാണ പദ്ധതിക്ക് ഒരുപാട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയുണ്ട്, സംസ്ഥാന ഗവൺമെന്റിൻ്റെ ഉണ്ട്, പഞ്ചായത്തിന്റെ വിഹിതം ഒക്കെ വെച്ചിട്ട്, അതിൽ ജില്ലാ പഞ്ചായത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്ത് ഒക്കെ വിഹിതങ്ങളുണ്ട്. അതൊക്കെ വെച്ചിട്ട് ഞാൻ അന്ന് എൻ്റെ വാർഡിലടക്കം ഏകദേശം 35-40 5 വർഷത്തിനുള്ളിൽ 35ഓളം വീടുകൾ കൊടുത്തിരുന്ന സമയത്ത് ഇന്ന് എന്താ അവസ്ഥ? ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതി. അപ്പൊ നിങ്ങൾ ഒരു വാദത്തിന് പറയും 400 വീട്. 400 വീടൊന്നും ഒരിക്കലും ആലമ്പൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരിക്കലും കൊടുത്തിട്ടില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 100-200 വീടിൻ്റെ അടുത്ത് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഗ്രാമപഞ്ചായത്ത് 19 മെമ്പർമാരെ വിളിച്ചിട്ട് ചോദിച്ചു. ഞങ്ങളുടെ മെമ്പർമാരെ വിളിച്ച് ഞങ്ങൾ ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ മറുപടി 10-ൽ താഴെ വീടുകളാണ് ഒരു വാർഡിനകത്ത് ഇപ്പോൾ ഈ ഒരു 5 വർഷത്തെ കാലയളവിൽ കൊടുക്കാൻ സാധിച്ചു. ഒരു വാർഡിനകത്ത് 10-ൽ താഴെ വീട്, 10ഓളം അല്ലെങ്കിൽ 10-ൽ താഴെ വീടുകൾ. നമ്മളൊക്കെ 25-30 35 5 വർഷം കൊണ്ട് കൊടുത്തിരുന്ന പാവപ്പെട്ട ആളുകൾക്ക് അവരുടെ അവകാശമായിട്ട് അവരുടെ ഭവന നിർമ്മാണ പദ്ധതിക്ക് കൊടുത്തിരുന്ന ആ പദ്ധതി, ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി എന്ന് പറഞ്ഞിട്ട് അതിനെ കൊണ്ടുവന്ന ആ പദ്ധതിയെ തകിടം മറിച്ചുകൊണ്ട് ഇന്ന് കിട്ടേണ്ട അവകാശങ്ങൾ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് പാവപ്പെട്ട ആളുകൾക്ക്, വീടില്ലാത്തവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടാത്ത ഒരു ദുരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ ഉണ്ട്. അതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയേണ്ട ഒറ്റ കാര്യം കൂടി പറയാണ്. അതായത് ഈ ലൈഫ് ഭവന പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു ഫ്ലാറ്റ് സമുച്ചയം ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന 33 കുടുംബങ്ങൾക്കാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 34 ഒരെണ്ണത്തിന് കുറവ് 34 കുടുംബങ്ങൾക്ക് അവിടെ താമസിക്കാൻ വേണ്ടി, അവിടെ പോയി നോക്കിയാൽ നിങ്ങളടക്കമുള്ള ആളുകൾ പോയി നോക്കണം. വിജയേട്ടൻ ഇടയ്ക്ക് പോകുന്നതാണ്, ഞാനിപ്പോൾ ഈ അടുത്തായിട്ട് കുറെ പോയിട്ടുണ്ട്. അപ്പോൾ താമസിക്കാനുള്ള ഒരു വീട്, ഒരാളുടെ ഫ്ലാറ്റ് സമുച്ചയം 2 ബെഡ്റൂം ഉണ്ട്. പക്ഷേ ബെഡ്റൂമിൻ്റെയും ഒക്കെ മറ്റും കിച്ചൻ്റെയും ഒക്കെ വലുപ്പം വളരെ തുലവും കുറവാണ്. ഒരു ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെതായ ഒരു രീതിയിൽ കൊടുക്കാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ, നിലവിൽ അതിൻ്റെ അവസ്ഥ അതവിടെ മുടങ്ങിക്കിടക്കുകയാണ്. ആ പദ്ധതി അവിടെ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ആ പദ്ധതി 34 കുടുംബങ്ങൾക്ക് കിട്ടേണ്ട, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ടെക്നോളജി പ്രകാരം ഇരുമ്പിലാണ് അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ബാക്കി കാര്യങ്ങൾക്ക് ഇരുമ്പിൽ ചെയ്യുന്ന, നമ്മുടെ സ്റ്റീൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പ്രവൃത്തിയുടെ ഇപ്പം മുടങ്ങി തുരുമ്പെടുത്ത് കാട് പിടിച്ചുകൊണ്ട് അവിടെ വളരെയധികം മോശമായ രീതിയിൽ 34 കുടുംബങ്ങൾക്ക് കൊടുക്കേണ്ട ആ ലൈഫ് ഭവന പദ്ധതിയുടെ ഫ്ലാറ്റ് സമുച്ചയം മുടങ്ങിക്കിടക്കുകയാണ്. ഇതിന് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ സമാധാനം പറയേണ്ടി 34 പോകുന്നതിനെക്കാട്ട് മുമ്പ് നമ്മൾ NDA കൃഷ്ണേട്ടൻ ഒരു കാര്യം ഇതിലെ നമ്മൾ ഈ സഞ്ചാരയോഗ്യമല്ലാത്ത റോഡുകളിലൂടെ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കുന്ന സാധാരണ ജനങ്ങളാണ്. കാരണങ്ങൾ പലതാകാം. ഇപ്പോൾ ഈ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡുകൾ പൊളിച്ചിടുന്നു. അത് എന്തുകൊണ്ട് അത് പഴയ പുനഃസ്ഥാപിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു വിഭാഗം പറയുന്നു ജലജീവന്റെ ഫണ്ട് യഥാസമയം കിട്ടുന്നില്ല, കരാറുകൾ ഇട്ട് ഉപേക്ഷിച്ച് പോകുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് NDA പ്രതിനിധിക്കുന്നത് കൃഷ്ണേട്ടന് പറയാനുള്ളത്? ഈ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് റോഡുകൾ പൊളിച്ചുള്ള ജനങ്ങളുടെ ദുരിതത്തിനുള്ളൊരു പരിഹാരം ഉണ്ടാക്കുന്നതിന് നിങ്ങളുടെ കാഴ്ചപ്പാടാണ്? നമ്മുടെ ഈ ജലജീവൻ പദ്ധതിയുടെ ഭാഗമായിട്ട്
ജൽജീവൻ പദ്ധതി കൃത്യമായിട്ടും അതിൻ്റെ ഫണ്ട് വിനിയോഗിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അത് കൃത്യമായി നമ്മുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾ അത് ശരിക്കും കൃത്യമായി നടപ്പിലാക്കാത്തത് കൊണ്ടാണ്, പ്രത്യേകിച്ച് ഈ രണ്ട് കക്ഷികൾക്കായാലും നരേന്ദ്രമോദി ഗവൺമെൻറ് എന്ത് കൊണ്ടുവന്നാലും അതിനെ മോശമാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായിട്ട് ആ പദ്ധതി കൃത്യമായി നിറവേറ്റാത്തത് കൊണ്ടാണ് ഈ റോഡുകളുടെ തകർച്ച വന്നിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ പഞ്ചായത്തുകളാണ് ഇതിൻ്റെ അഗ്രിമെൻ്റ് വെച്ചിട്ട് അത് ചെയ്യേണ്ടത്. അത് കൃത്യമായി പഞ്ചായത്തുകൾ ഇടപെടാത്തത് കൊണ്ടാണ് ആ റോഡുകൾ പൊളിക്കപ്പെടേണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ ഫണ്ട് ഒരുപക്ഷെ ദുരുപയോഗം ചെയ്തുകൊണ്ടാവാം, അതിൻ്റെ കോൺട്രാക്ടർമാർക്ക് കൃത്യമായി കിട്ടാത്തത് കൊണ്ടാവാം അവരത് ഇട്ടുപോയിട്ടുണ്ടാവാം. രണ്ട് മുന്നണികളിലൂടെ പരാമർശിച്ച ചില വിഷയങ്ങളുണ്ട്. അത് LDF മറുപടി പറയേണ്ട കാര്യങ്ങളുണ്ട്. അത് പറയുന്നതോടൊപ്പം തന്നെ ഈ 5 വർഷക്കാലത്തെ ഭരണം അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ എന്താണ് പൊതുജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ തുടർ ഭരണത്തിലെത്തിച്ചാൽ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരും എന്നതുകൂടി ചേർത്ത് ഈ ചർച്ചയിൽ സംസാരിക്കണമെന്ന് LDFൻ്റെ ശ്രീ വിജയേട്ടൻ. ഒന്ന്, ഭവന നിർമ്മാണ പദ്ധതി. എൻ്റെ സുഹൃത്ത് ഷാനവാസ്, നിങ്ങളുടെ ജനപ്രതിനിധികൾ പഞ്ചായത്തിനകത്തുണ്ട്. വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. 181 ലൈഫ് വീടുകൾ, 82 PMAY. അത് രേഖയുള്ളതാണല്ലോ. നമ്മുടെ ആലങ്കോട് പഞ്ചായത്തിലെ ആളുകൾ എഗ്രിമെന്റ് വെച്ച കാര്യമാണ് ഈ പറയുന്നത്. 393. അപ്പൊ എത്ര ഡിവൈഡ് ബൈ 5 വർഷം നോക്കൂ. 5 വർഷം എത്ര വീട്? നിങ്ങൾ പറഞ്ഞ 40-നും 50-നും മേലെ പോയി. 5 8 40 80 വീടായി ഇവരും ഒരു വർഷം. കണക്കല്ലേ 393 ഡിവൈഡ് ബൈ 5. നിങ്ങൾ പറയൂ 7 മുതൽ 10 വരെയുള്ള വീടുകളാണ് 5 വർഷം കൊണ്ട് കിട്ടിയാ പറഞ്ഞത്. 5 വർഷത്തെ കാര്യമാണ് ഈ പറയുന്നത്. 5 വർഷത്തെ കണക്കാണ് ഈ വീട്. 5-6 ലക്ഷത്തോളം വരുന്ന വീടുകൾ 393. അപ്പൊ ഡിവൈഡഡ് ബൈ പറയൂ എത്ര പറയൂ എത്രയോ കുറവാവും. എത്ര 10-20 വീടിന്റെ 10-15 വീടുകളാണ് കിട്ടുന്നത്. നമുക്ക് എത്ര ഇനി എത്ര വീട് കൊടുക്കാനുള്ള ഇനി പഞ്ചായത്തിൽ എത്ര വീട് കൊടുക്കണം? ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. നമ്മളെ വീടുകളോളം അല്ല, അതൊക്കെ ആ കാലഘട്ടം കഴിഞ്ഞു പോയില്ലേ? ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞ പോലെ അതിനേക്കാൾ വിജയേട്ടാ അതിനേക്കാളും കൂടുതൽ ആളുകൾക്ക് യഥാസമയം വീടുകൾ കൊടുക്കുന്ന കാര്യത്തിൽ പഞ്ചായത്തിന്റെ നിലപാട് അത് കൊടുത്തു കഴിഞ്ഞു. ഇല്ല, അത് എഗ്രിമെന്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞു. നിങ്ങൾ പറയുന്ന അല്ല ഭവന നിർമ്മാണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞൊരു വിഷയം അല്ല എന്താണ് ഒരു കുരുക്കില്ല. എന്റെ ഒരുപാട് നമ്മുടെ എന്താ കുരുക്ക് ഒരു പാവപ്പെട്ട അവകാശപ്പെട്ട നിങ്ങളുടെ വാദം അത് കിട്ടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ നൂലാമാലകൾ ഒരു ഗവൺമെന്റ് അതിനൊരു സർക്കുലർ രീതിയിൽ ഈ ഇത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരു സർക്കുലർ നിങ്ങൾ അതിന്റെ ഒരു കുരുക്കുള്ള കേസുകൾ കൊണ്ടുവരൂ. അങ്ങനെയല്ല പറയാ 390 വാർഡല്ല അവിടെ പ്രശ്നം. ആ വാദം വാർഡുകൾക്ക് വീതം വയ്ക്കലല്ല വീടും റോഡും. 5 വർഷം നമ്മുടെ പഞ്ചായത്തിൽ അർഹതപ്പെട്ട ആളുകളെ എഗ്രിമെന്റ് വെക്കുന്ന ആളുകൾക്ക് കണ്ടെത്തുന്ന ആളുകൾക്ക് വീട് കൊടുക്കുക എന്നുള്ളതാണ്. ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞ ഫ്ലാറ്റ് 15 വീട് പോലെ ഒരു വർഷത്തിൽ നിങ്ങൾ കൊടുത്തിട്ടില്ല. ഞങ്ങൾ 35 ഞാൻ പ്രസിഡന്റ് 35 ഞങ്ങൾ 2005 പോലെ അപേക്ഷകരില്ലാന്ന് വീടിന് അന്നത്തെ കാലഘട്ടം മാറി കഴിഞ്ഞു. നൂറുകണക്കിന് ആളുകൾ ഇനിയും അപേക്ഷകരുണ്ട്, നൂറുകണക്കിനുണ്ട്. എങ്ങനെയാ നമ്മുടെ ഒറ്റ കാര്യം പറയാം. ഒരു വീട്ടില് നമ്മളിപ്പോ ഒരു വീട്ടിൽ ഒരു കുടുംബത്തിന് ഒരു വീട് എന്നുള്ള യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇനി വരുന്ന എന്താ? ആ വീട്ടിലെ ഡിവൈഡ് ചെയ്താണ്. ഒരു വീട്ടിൽ 2-3 കുടുംബമായി വരുമ്പോൾ അത് പിന്നീട് വരുന്ന പ്രശ്നങ്ങളാണ്. നമ്മള് കേരളത്തിൽ കണ്ടത് എന്താ? കേരളത്തിൽ ഞാനും ഫസ്റ്റ് മെമ്പർ ആയിരിക്കുന്ന സമയത്ത് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ പിന്നെ ജനകീയാസൂത്രണ പദ്ധതിക്ക് കിട്ടിയിരുന്നതിനേക്കാൾ എത്രയോ 2005-2010 EMS ഭവന പദ്ധതി എത്ര വീട് നമ്മൾ കൊടുത്തു? 114 അത് കൊടുത്തതാ 5 വർഷം EMS ഭവന പദ്ധതി. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ തന്നെ മുമ്പ് കൊടുത്തിട്ടുള്ളത്. അത് വിടും. ഇനി ഫ്ലാറ്റ് നിങ്ങൾ പറഞ്ഞ ഫ്ലാറ്റ് എന്താണ്? ഈ ഫ്ലാറ്റ് എന്ന് പറയും. ഈ ഫ്ലാറ്റ് എന്താ ഷാനവാസ്? ഈ ഫ്ലാറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. അനിൽ അക്കര എന്ന് പറയുന്ന ഒരു മുൻ ജനപ്രതിനിധി പരാതി കൊടുത്ത വടക്കാഞ്ചേരിയുടെ ഫ്ലാറ്റിന്റെ അതേ ഏജൻസി തന്നെയാണ് ഈ വർക്ക് എടുത്തിട്ടുള്ളത്. ഇവിടെ അത് നിലച്ചോടുകൂടെയാണ് നിലച്ചത്. ഇനി അത്
റീ ടെൻഡർ ചെയ്ത് പുതിയ ഏജൻസി ഏൽപ്പിക്കണം. അല്ലാതെ അല്ല പറയട്ടെ, അല്ല അത് ഇപ്പോഴും കേസ് കിടക്കാണ്. വടക്കാഞ്ചേരി ഫ്ലാറ്റ് ഇപ്പോഴും പണിതിട്ടില്ല. വടക്കാഞ്ചേരി ഫ്ലാറ്റ് ഇപ്പോഴും പണിതിട്ടില്ല. പരിശോധിക്കുക എന്താണ് അതിന്റെ നടക്കുന്നത്. കോടതിയിലാണ്. കോടതി ഇടപെട്ട് ഇയാളൊക്കെ കോടതി പോയി കിടക്കാണ്. ആ കോടതി കിടക്കുന്ന ഏജൻസിയുടെ തന്നെയാണ് ഈ വർക്കും വന്നിട്ടുള്ളത്. ഈ വർക്കും ദേവി കൺസ്ട്രക്ഷൻ പറയുന്ന ഡൽഹിയിലെ ഒരു കമ്പനിയാണ്. അവരൊക്കെ നിർത്തിച്ചു പോയിരിക്കുന്നു. അല്ലാതെ ഇത് ആലങ്കോട് പഞ്ചായത്തിന്റെ എല്ലാ സുഹൃത്തെ, ആലങ്കോട് പഞ്ചായത്തിന്റെ എല്ലാ ഈ ഫ്ലാറ്റ് അത് ആദ്യം മനസ്സിലാക്കി. പെരുമ്പട ബ്ലോക്കിന്റെ അല്ല, സംസ്ഥാന സർക്കാർ അങ്ങനെ പറയും. സ്ഥലം ബ്ലോക്കിന്റെയാണ്. അതിന്റെ ഇതിന്റെ ഗുണഭോക്താക്കളാരാ? ആലങ്കോട് പഞ്ചായത്ത് മാത്രമല്ല, ബ്ലോക്കിലെ 34 കുടുംബങ്ങളാണ് വരാൻ പോകുന്നത്. അതിൽ ദുരവകം നമുക്കുണ്ടാവും. തടസ്സപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. തടസ്സപ്പെട്ട് തന്നെയാണ്. തടസ്സപ്പെട്ടതിന് കാരണമാണ് പറയുന്നത്. ഇനി മറ്റൊന്ന് ഞാൻ പറയാൻ അവസാനിപ്പിക്കും. ഇനി ഞാൻ നേരത്തെ പറയുന്നത് തന്നെയാണ് ഐലൻഡ് യൂണിയൻ. കഴിഞ്ഞ കാലത്ത് വ്യത്യസ്തമായി ഒട്ടേറെ വികസന കാര്യങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകളും വികസനങ്ങളും കൊണ്ടുവരാൻ ഇടതുമുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഇടതുപക്ഷത്തിന്റെ വരും കാലങ്ങളിലുള്ള പ്രവർത്തനം ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യേണ്ടതുണ്ട്. ആ ചെയ്യുന്നതിലേക്കാണ് ഞങ്ങൾ മുന്നിൽ കൊടുക്കുന്നത്. ഇപ്പം നമുക്ക് ഒരു പൊതു കളിസ്ഥലം ഉണ്ടാകേണ്ടതുണ്ട്. പൊതു കളിസ്ഥലം, പഞ്ചായത്തിലെ കളിസ്ഥലം എന്നുള്ള ഒരു ആവശ്യം നിൽക്കുകയാണ്. അതിലേക്ക് ഞങ്ങൾ പോകും. അത് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും. വേറെ ഒരു തർക്ക വിഷയമായി നിന്ന എന്താ കൃഷ്ണൻ സൂചിപ്പിക്കാത്ത എനിക്ക് തോന്നുന്നു മനസ്സിലാവുന്നില്ല, പൊതു ശ്മശാനം എന്നുള്ളത് പ്രധാന വിഷയം. അല്ല പറഞ്ഞു കഴിഞ്ഞാൽ അവസാനിക്കുമല്ലോ. ഒരു പൊതു ശ്മശാനം നമ്മുടെ സ്ഥലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് പൊതു ശ്മശാനുള്ള ശ്രമം നമ്മൾ ആരംഭിച്ചു. 35 ലക്ഷം രൂപ ഈ ക്രിമിറ്റോറിയം മറ്റേ ഗ്യാസ് ആണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ വന്നപ്പോൾ അവിടുത്തെ ആളുകൾക്ക് ഒരു ആശങ്ക, അവർ ജനനിബിഡമായിട്ടുള്ള സ്ഥലമാണെന്നുള്ളൊരു ആശങ്ക വന്നു. അപ്പോൾ അത് രണ്ടും അവിടെ ഇപ്പോൾ കളിസ്ഥലമായിട്ട് മാറുകയാണ്. അവിടെ ഇപ്പോൾ കളിസ്ഥലമായിട്ട് ഉപയോഗിക്കുകയാണ്. അത് കളിസ്ഥലമായിട്ട് പുതിയ ഒരു സ്ഥലം കണ്ടെത്തി തീർച്ചയായും അടുത്ത ഭരണസമിതി, LDFന്റെ അടുത്ത ഭരണസമിതി ആദ്യത്തെ പദ്ധതി പൊതു ശ്മശാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൽ മുന്നിൽ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. മുൻഗണന തന്നെയാണ് കളിസ്ഥലവും. നമ്മുടെ അംഗൻവാടികൾ, ഇനിയിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഒരു അംഗൻവാടി സ്വന്തമായിട്ട് പണിയാനുണ്ട്. ഇപ്പോൾ കുറേ അംഗൻവാടികൾ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഈ ഇങ്ങനെ പറയുമല്ലോ ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ചെറക്കുളം അംഗൻവാടി അടക്കമുള്ള. അതുകൊണ്ട് എൻ്റെ ബഹുമാനായ ഷാനവാസ് ഒട്ടത്തൂർ പ്രതിദാനം ചെയ്ത ഒരു വാർഡ് മാറിയപ്പോഴാണ് ഈ മാറ്റം വന്നത്. ആ മാറ്റം എല്ലായിടത്തും ഉണ്ട്. ആ മാറ്റം ആലങ്കോട് പഞ്ചായത്തിലെ എല്ലാ വാർഡിനകത്തും വരും. എല്ലാ അംഗൻവാടികളും ഹൈടെക്കാക്കി മാറ്റുന്ന രീതിയിലേക്ക് ഞങ്ങൾ പോകും. വേറൊരു പ്രത്യേകമായിട്ടുള്ള ഊന്നൽ കൊടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ആളുകൾക്കുണ്ട്. പ്രൈവറ്റ് ആശുപത്രികളൊക്കെ ബന്ധപ്പെട്ട് എത്ര ഗവൺമെൻറ് ആശുപത്രികളുണ്ടെങ്കിലും നമ്മൾ സമീപിക്കുന്ന ആശുപത്രികളിലും ചികിത്സ ചെലവ് എന്നുള്ളത് വളരെ വലുതാണ്. അതിന് ഒരു പരിഹാരം എന്ന നിലയ്ക്കുള്ളൊരു ആലോചന വരുന്നുണ്ട്. എല്ലാ കുടുംബത്തിനും ഹെൽത്ത് കാർഡും കഴിയുമെങ്കിൽ പുതിയ ഇൻഷുറൻസ് സംവിധാനവും, നിലവിലെ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങളെ ഇൻഷുറൻസ് പദ്ധതിയിലേക്കും കൊണ്ടുവരുന്ന ഒരു ശ്രമം ഞങ്ങൾ ചെയ്യും. ഇനി ഷാനവാസും കൃഷ്ണനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ പറയണം, നടപ്പാക്കാൻ കഴിയുന്നത്. ചങ്ങളം ടൗണിൽ ഇപ്പം നടന്നു വരുന്ന ചങ്ങളം അങ്ങാടിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു മീറ്റിംഗ് കോർണർ സ്ഥാപിക്കുന്നുണ്ട്. ഒരു സ്റ്റേജും ഒരു കോർണറും ഇപ്പോൾ ഉള്ള പദ്ധതിയുടെ പുറമെ MLAയോ ഗവൺമെൻറ്റോ ഉപയോഗിച്ച് മനോഹരമായ രീതിയിൽ ടൗൺ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ നടന്നു വരുന്ന കാണാതെ പോകണ്ട കുടുംബശ്രീ കഫേ, കുടുംബശ്രീയുടെ ഹോട്ടൽ ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന പാലങ്കോട് നന്നമുക്ക് ചങ്ങളം മേഖലയിൽ രണ്ടെണ്ണം നടന്നു വരുന്നുണ്ട്. ഒന്ന് വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചെറിയ വിലയ്ക്ക് ആളുകൾക്ക് ഭക്ഷണം കിട്ടാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോൾ റോഡിൻ്റെ പ്രശ്നം പറഞ്ഞു. റോഡ് തീർച്ചയായും നമുക്ക് എല്ലാ റോഡുകളും അങ്ങനെയാണെന്നുള്ളൊന്നും വാദമൊന്നും ശരിയല്ല. കൃഷ്ണൻ നടന്നു പോകുന്ന റോഡും ഞാൻ നടന്നു പോകുന്ന റോഡും പ്രധാന റോഡുകളൊക്കെ പരിഹരിക്കേണ്ട റോഡുകളുണ്ട്. റോഡുകൾക്ക് പുതിയൊരു സംവിധാനം കൊണ്ടുവരണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. മുൻഗണന നിശ്ചയിക്കണം. നമ്മുടെ പഞ്ചായത്തിൽ ഈ പറയുന്ന പോലെ വാർഡുകൾക്ക് ഇങ്ങനെ വിധിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മുടെ പ്രധാനപ്പെട്ട റോഡുകൾ, ഇപ്പോൾ ഈ പറയുന്ന PHC റോഡ് അല്ല, PHC റോഡ് അതെ എവിടെ അല്ല, PHC റോഡ് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട റോഡാണ് സൂചിപ്പിച്ച റോഡ്, നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന് അങ്ങനത്തെ പ്രധാന റോഡുകൾ കാറ്റഗറൈസ് ചെയ്ത് ആ റോഡുകൾക്ക് മുൻഗണന പരിപാലനം ഒക്കെ മുൻഗണന കൊടുത്ത്, ഇപ്പം എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ 5 ലക്ഷം അങ്ങോട്ട് കൊടുക്കണം, 6 ലക്ഷം വാർഡുകൾക്ക് കൊടുക്കുന്ന ഒരു പ്രയാസമുണ്ട്. പക്ഷേ അത് ശരിയാക്കേണ്ടത്. അപ്പോൾ റോഡുകളുടെ നവീകരണം എന്നുള്ളത് പ്രത്യേകമായി എടുത്തിട്ട് പരിപാലനം എന്നുള്ളതിലേക്ക് കൊണ്ടുപോകും. കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ നമ്മൾ ചെറക്കുളം വഴിയുള്ള താടിപ്പടി ഒരു പുതിയ നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. ഒരു ബൈപ്പാസ് ഇപ്പോൾ പന്താവൂർ മുതൽ തെരിയത്ത് വരെ പോകുന്ന ബൈപ്പാസിന് ഇപ്പോൾ നമ്മളൊരു ശ്രമം വന്നു, ഫണ്ട് വെച്ചു, 3.25 കോടിയുടെ വർക്ക് കിടക്കും. ഇപ്പോൾ മാന്തളം മുതൽ നമ്മുടെ ടൗണിലെ തിരക്കൊഴിവാക്കാൻ മാന്തളം മുതൽ ഇവിടെ എത്തുന്ന താടിപ്പടി എത്തുന്ന രീതിയിലേക്ക് ഒരു ബൈപ്പാസിനുള്ള ശ്രമം നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്.
അപ്പോൾ ഈ ചറക്കുളത്തിൻ്റെ ഭംഗി ആസ്വദിക്കാനും ഹാപ്പിനെസ് പാർക്കിൻ്റെ ഭംഗി ആസ്വദിക്കാനും ആളുകൾക്ക് വന്നു പോകാനൊക്കെ കഴിയുന്ന രീതിയിലേക്ക് അത് മാറ്റും എന്നുള്ളതാണ്. എന്തായാലും പഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനം ഞാൻ അവസാനിപ്പിക്കണം. സമഗ്രമായ വികസനം ഒന്നുകൂടെ ഞാൻ ഊന്നി പറയാണ്. എല്ലാവരും സ്ഥാനാർത്ഥികളും ഒക്കെ ആളുകൾ പറയുന്നത് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്നാണ്. ഞങ്ങൾ തിരിച്ചു പറയണം. ഐക്യജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ പറഞ്ഞതിൽ നിന്ന് 1-2 കാര്യങ്ങൾ കൂടി വളരെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോകും. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഇപ്പോൾ പുതിയ ഓഫീസ് കെട്ടിടം ഉണ്ടായതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ച നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വളരെ ചുരുങ്ങിയ ആ കാര്യം, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് അവസാനത്തേക്ക് വെച്ചതാണ്. അപ്പോൾ പറയാതിരിക്കാൻ കഴിയാത്തതുമാണ്. അപ്പോൾ ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് നേരത്തെ ഇവിടെ പറഞ്ഞു വലിയൊരു മനോഹരമായിട്ടുള്ള കെട്ടിടം ഉണ്ടാക്കി, ജനങ്ങൾക്കൊക്കെ സൗകര്യപ്രദമായിട്ടുള്ളൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം ശരിയാണ്, അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. 6850 സ്ക്വയർ ഫീറ്റ് ഏകദേശം വരുന്ന ഒരു കെട്ടിടമാണ്. അതിന് 4,45,00,000 രൂപയാണ് ചിലവാക്കി എന്നതാണ് ഇവരുടെ നമ്മളെ വിവരാവകാശ പ്രകാരമൊക്കെ നമ്മളതിലെടുത്തപ്പോൾ ഇവർ പറയുന്നതും അതാണ്. 4,45,00,000 രൂപയാണ് അതിൻ്റെ പദ്ധതി. 5 പദ്ധതികളായിട്ടാണ് ആ പദ്ധതി. എന്തുകൊണ്ട് 5 പദ്ധതിയായിട്ടാണ് ആ ഒരു കാലയളവിൽ ആ പദ്ധതി അവിടെ വെച്ചിട്ടുള്ളത്? ഈ ഗ്രാമപഞ്ചായത്ത് നിലവിലുണ്ടായിരുന്ന പഴയ കെട്ടിടത്തിൽ നിന്ന് ഇതിന് മുമ്പത്തെ ഭരണസമിതി ബസ് സ്റ്റാൻഡിൽ ഉണ്ടാക്കിയ താൽക്കാലികമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് മാറ്റുന്നതിന് ശക്തമായി എതിര് നിന്ന ആളുകളാണ് ഇന്ന് പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കിയ ആളുകൾ. കുഴപ്പമില്ല, പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കി ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പക്ഷെ അതിൻ്റെ പേരിൽ ഇന്ന് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് 4,45,00,000 രൂപ, അതായത് ഒരു സ്ക്വയർ ഫീറ്റിന് ഏകദേശം 5,900, ഏകദേശം 6,000 രൂപയോളം ഒരു സ്ക്വയർ ഫീറ്റിന് ചെലവാക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിയാണ് എന്നാണ് പറയുന്നത്. ഇത്രയും വലിയൊരു അഴിമതി, ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറയാണ്, വലിയൊരു അഴിമതിയാണ് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ ഒരു ഓഫീസ് ബിൽഡിംഗ് ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെൻഡർ പോലും, അതായത് സർക്കാരിൻ്റെ ഒരു അക്രഡിറ്റ് ഏജൻസിക്ക്, ഹാബിറ്റാറ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസിക്ക് ടെൻഡർ പോലും ഇല്ലാതെ കൊടുത്തുകൊണ്ട് അവർ തന്നെ അത് സബ് കോൺട്രാക്റ്റായി തൃശ്ശൂരിലുള്ള മറ്റേതോ ഒരു കമ്പനിക്കോ മറ്റുള്ളവർക്കോ കൊടുത്തുകൊണ്ട് ഏറ്റവും മോശപ്പെട്ട ഒരു വർക്ക്, ഒരു 5,900 രൂപ പോയിട്ട് ഒരു 3,000-3,500 രൂപ പോലും സ്ക്വയർ ഫീറ്റിന് കൊടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള ആ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയൊരു അഴിമതി ഞങ്ങൾ ഇവിടെ തുറന്നു. ഏറ്റവും ചെറിയൊരു ഉദാഹരണം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതിൽ വെച്ചൊരു ലിഫ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ സ്ഥാപിച്ച ലിഫ്റ്റിന്റെ ആ സ്ഥാപിച്ച കമ്പനിയുമായി ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ടപ്പോൾ പോലും മറ്റൊരു ബിൽഡിങ്ങിലൊരു ലിഫ്റ്റ് വെക്കാൻ വേണ്ടി എന്നുള്ള ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഇവരുടെ വിവരാവകാശ പ്രകാരം 16 ലക്ഷത്തിന്റെ മുകളിൽ ഒരു ലിഫ്റ്റിന് വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ ഓഫീസിന് വന്നപ്പോൾ ഞങ്ങളിത് പുറത്ത് അന്വേഷിച്ചപ്പോൾ 9,80,580 രൂപയാണ്. അതിന് മാത്രം ഏകദേശം 7 ലക്ഷത്തോളം രൂപയുടെ വ്യത്യാസം ഒരു ലിഫ്റ്റ് നിർമ്മിക്കുന്നതിന് മാത്രം വന്നു. അങ്ങനെ മുഴുവൻ 4,45,00,000 രൂപ ചെലവഴിക്കിയതിൽ ഒരു ഭീമമായ സംഖ്യ, ഒരു വലിയ രീതിയിലുള്ള ഒരു അഴിമതി ഞങ്ങൾ ഈ അവസരത്തിൽ തുറന്നു കാണിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് 1-2 കാര്യങ്ങൾ അത് സംബന്ധമായിട്ട് ഇവിടെ പറഞ്ഞു. ഞങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒന്നും ഇടപെടുന്നു, കാരണം ഈ ഒരു വലിയൊരു അഴിമതി ആരോപണമാണ് മുന്നിൽ വെച്ചിട്ടുള്ളത്. വളരെ ചുരുങ്ങിയ വാക്കുകൾ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് നമുക്ക് കൺക്ലൂഷനിൽ പോകാം. ഷാനവാസ്, ഇതൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനം ഞാൻ വെല്ലുവിളിക്കേണ്ടത്. നിങ്ങൾ കൊടുത്ത വിവരാവകാശത്തിന്റെ വിവരമാണ് നിങ്ങൾ പറഞ്ഞത്. 4,45,00,000 പദ്ധതി അത്രേ വരുന്നു. കൃത്യമായി വെല്ലുവിളിക്കുക നിങ്ങളെ. നിങ്ങൾ അതിന്റെ അന്വേഷണത്തിന് ആവശ്യപ്പെടും. ഞാൻ പറയട്ടെ, നിങ്ങളുടെ 8 മെമ്പർമാരോട് ഉണ്ടായിരുന്നല്ലോ. 4 വർഷത്തെ പദ്ധതിയാണ്. 2.5 കോടിയിൽ നിന്ന് തുടങ്ങി അവിടുത്തെ കാർപ്പറ്റും പൂച്ചട്ടി മുതൽ എല്ലാ ഫർണിച്ചറും AC-യും എല്ലാം അടക്കമാണ് ഈ തുക.
മുറ്റത്ത് വിരിച്ച കട്ട വരെയുള്ളത് നിങ്ങളല്ല, നിങ്ങളുടെ 8 മെമ്പർമാർ ഒരാക്ഷേപം 6000 രൂപ സ്ക്വയർ ഞാൻ പറയട്ടെ, നിങ്ങൾ വെച്ചോ, നിങ്ങളുടെ 8 മെമ്പർമാരാണ് ആരെങ്കിലും ഒരു ആക്ഷേപം ഒരാക്ഷേപം ഭരണസമിതി നിങ്ങളുടെ ഭരണസമിതിക്കകത്ത് അല്ല, രേഖാമൂലം പറയും നിങ്ങളുടെ ഭരണസമിതിക്ക് നിങ്ങൾ പഠിക്കും, നിങ്ങൾ പഠിക്കാത്ത നിങ്ങളെ 8 പേരും ഒരു ആരോപണം ഒരാക്ഷേപം ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ബഹിഷ്കരിച്ചല്ലോ, നിങ്ങൾ കുറെ ആള് വരാതെ എന്നുള്ള ഒരു ഉദ്ഘാടനത്തിന് നിങ്ങളുടെ മെമ്പർമാരെല്ലാവരും വന്നല്ലോ, നിങ്ങൾ പല ചടങ്ങിനും നിങ്ങളുടെ പ്രധാനികൾ ചില ആളുകൾ വന്നിട്ടില്ല, നിങ്ങൾക്കറിയാം. നിങ്ങളുടെ എല്ലാ 8 മെമ്പർമാരടക്കമുള്ള ആളുകൾ ഒന്നിച്ചിരുന്ന് എടുത്ത ഓരോ ഘട്ടം ഘട്ടമായി എടുത്തിട്ടുള്ള തീരുമാനമാണ്. നിങ്ങൾ അതിന്റെ പഞ്ചായത്തിനകത്ത് വിയോജന കുറിപ്പ് നിങ്ങൾ പറയും, ഇതൊക്കെ നിങ്ങൾക്ക് ഈ നാട്ടിൽ ചൊല്ലുണ്ട്, മഞ്ഞപ്പിത്തം വായിച്ചവനെല്ലാം മഞ്ഞളിച്ചേ കാണും. ഈ അഴിമതിയുടെയും വെട്ടിപ്പിന്റെ ആരാണെന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ആലങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ രാജിവെച്ചു കൊണ്ടി വന്നു. എന്തിനാ പോയത്? എന്നോട്ട് പറയിപ്പിച്ചാ നിങ്ങൾ എന്തിനാ പോയത്? പാവപ്പെട്ടവന്റെ പെൻഷൻ പണം കട്ടെടുത്തതിന്റെ പേരിലാണ് രാജിവെച്ചല്ലോ. അതും മരിച്ചുപോയവന്റെ പെൻഷൻ പണം കട്ടെടുത്തിട്ടാണ് UDF മെമ്പർ, കോൺഗ്രസിന്റെ മെമ്പർ രാജിവെച്ചു പോയത്. ആളുകളാണ് നിങ്ങൾക്കെല്ലാം നിങ്ങൾ അതിന്റെ ഫലമായിട്ടാണ് അവിടെ ജയിച്ചത്. 410 വോട്ടാണ് LDF അവിടെ ജയിച്ചത്. നിങ്ങൾക്കെല്ലാം ഈ ആക്ഷേപം തോന്നുന്നു. ഈ തട്ടിപ്പിനും വെട്ടിപ്പിനും ഒക്കെ നിൽക്കുന്ന ആളുകൾ UDF ആളുകളാണ്. നിങ്ങൾക്കെല്ലാം ഈ ആക്ഷേപമായിട്ട് തോന്നും. ആ ആക്ഷേപമല്ലാതെ ഈ പറയുന്നത് ഒരു വസ്തുതയുമില്ല. എല്ലാം നിങ്ങൾ തെളിയിക്കുന്ന ആർജവമുണ്ടെങ്കിൽ അന്വേഷണ ആവശ്യമായിട്ട് വെല്ലുവിളിക്കുകയാണ്. പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട ഈ ആരോപണം നിങ്ങൾ കൂടെ പറയണം. ഇന്ന് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേടുമ്പോൾ വെട്ടിപ്പ് നടത്തില്ല, ഗ്രാമപഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ കാര്യത്തിൽ അന്വേഷണത്തിനൊക്കെ മാർഗങ്ങൾ നമുക്കുണ്ടല്ലോ, അത് തെളിയിക്കട്ടെ. നിങ്ങൾ അവസാനമായിട്ട് UDF പ്രകടന പത്രിക ഉണ്ടാവില്ല, നമ്മൾ അതെന്താണ് ജനങ്ങളുടെ മുന്നോട്ട് വെക്കാനുള്ളത്, അതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം നമുക്ക്. ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പൊന്നാനി താലൂക്കിനകത്ത് റോഡ് ഗതാഗതത്തിന് ഏറ്റവും കൂടുതൽ സൗകര്യമുള്ള ഒരു ഗ്രാമപഞ്ചായത്താണ്. അപ്പോൾ സമ്പൂർണ്ണമായിട്ടും നമ്മുടെ ഗതാഗത സംവിധാനങ്ങൾ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അതിനെ നവീകരിക്കേണ്ട ഒരു കാര്യങ്ങൾ നമുക്ക് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിനകത്ത് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഒരു സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതി ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ അവകാശികളായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിത്തട്ടിൽ കിടക്കുന്ന ആളുകൾക്ക് സമ്പൂർണ്ണമായിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതി ഞങ്ങൾ ആവിഷ്കരിച്ച് ഞങ്ങൾ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ അംഗൻവാടി ഉൾപ്പെടെയുള്ള നമ്മുടെ വിദ്യാഭ്യാസ മേഖല, അംഗൻവാടിയും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പരിധിക്ക് ഉള്ളിൽ വരുന്ന നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ LP UP വിഭാഗത്തിൽ വരുന്ന വിദ്യാഭ്യാസ മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുള്ള ബൃഹത്തായ പദ്ധതികൾ നമ്മൾ ഈ പുതിയ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതേപോലെ തന്നെ നമുക്കറിയാം യുവാക്കൾക്ക് അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് യുവാക്കൾക്ക് ലഭിക്കേണ്ട അംഗീകാരങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് കൊണ്ടുവരാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കും. കുടുംബശ്രീ എന്ന് പറയുന്ന ഈ സംവിധാനം നമുക്കറിയാം. ഞാൻ ആലങ്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ കേരളത്തിനകത്ത് ഏറ്റവും നല്ല കുടുംബശ്രീക്കുള്ള അവാർഡ് കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീമാൻ ഉമ്മൻചാണ്ടിയുടെയും അന്നത്തെ കുടുംബശ്രീയുടെ ചാർജുള്ള മന്ത്രി MK മുനീറിന്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ അവാർഡ് മേടിച്ച കുടുംബശ്രീയാണ് വാങ്ങിയിട്ടുണ്ട്. ഇത്രയും വലിയ സംസ്ഥാന തലത്തിൽ ഒന്നാമതായിട്ടുള്ള അവാർഡുകൾ അതിനുശേഷം മേടിച്ചിട്ടില്ല. ആ സംവിധാനത്തെ കാര്യക്ഷമമായിട്ട് കുടുംബശ്രീ നമ്മുടെ ഏറ്റവും അടിത്തട്ടിലെ ഏറ്റവും ആളുകൾ നമ്മുടെ സ്ത്രീകളുടെ ഉദാഹരണത്തിന് അവരുടെ ഏറ്റവും വലിയ അവരുടെ പ്രവർത്തനങ്ങളെ നമുക്ക് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കുടുംബശ്രീ പദ്ധതിയെ നമ്മൾ ഏറ്റവും നല്ല സംവിധാനമാക്കി മാതൃകാ കുടുംബശ്രീ പദ്ധതിയായിട്ട് പഞ്ചായത്താക്കി ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇത്രയും കാര്യങ്ങളാണ് ഇത് സംബന്ധമായിട്ട് ഞങ്ങൾ പറയാനുള്ളത്. കൂട്ടത്തിൽ ആരോഗ്യ മേഖല ഏറ്റവും ഇനിയും ഒരുപാട് ഈ ശ്രീചിത്ര ഉൾപ്പെടെയുള്ള ഔട്ട്റീച്ച് സെന്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. ആരോഗ്യ മേഖലയിൽ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും അങ്ങനെ ഇത്തരത്തിൽ എല്ലാ വിഭാഗം ആളുകളെയും കോർത്തിണക്കിക്കൊണ്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും ക്ഷേമം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടുള്ള ഒരു ബൃഹത്തായ ഒരു പദ്ധതിക്ക് നേതൃത്വം നൽകാനാണ് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി
ഉന്നയിക്കുന്നതും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പാകെ വെക്കുന്നത്. തീർച്ചയായും ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്, ജനങ്ങൾ ഞങ്ങളോടൊപ്പമുണ്ട്. ജനങ്ങളുടെ മാൻഡേറ്റ് അല്ലെങ്കിൽ അവരുടെ അംഗീകാരം തീർച്ചയായും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ലഭ്യമാകും. ഞങ്ങൾക്ക് കഴിഞ്ഞ 5 വർഷം മുമ്പ് നഷ്ടപ്പെട്ടു പോയ ആലങ്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം ഞങ്ങൾക്ക് തിരിച്ചു പിടിക്കുന്നതിനെയും തീർച്ചയായും തിരിച്ചു പിടിക്കും. അതോടൊപ്പം തന്നെ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടെന്നും കൂടി ഈ അവസരത്തിൽ ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ NDAക്ക് എന്താണ് ഉയർത്തി കാണിക്കാനുള്ളത്? ഇവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർത്തി കാണിക്കുന്നതായിട്ട് ഞാൻ 2 മിനിറ്റ് കൊണ്ട് പറയാം. പക്ഷേ അതിൻ്റെ മുന്നേ തന്നെ എനിക്ക് പറയാനുള്ളത്, 2 പ്രാവശ്യവും LDFും UDFുമാണ് നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അതിലെന്തായാലും അവർ ഡീൽ പരിപാടിയാണ് എന്നതിന് 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പറയാം. പഞ്ചായത്തിൽ ഒരു പൊതു ശ്മശാനം വിജയേട്ടൻ പറയണ്ടായി. ആ പൊതു ശ്മശാനം കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്റ്റുഡിയോയിൽ വെച്ച് ഞാനും ഉണ്ണിയുമാണ് അതിൽ സംസാരിച്ചത്. എൻ്റെ സുഹൃത്തായിട്ടുള്ള എൻ്റെ അയൽവാസിയായിട്ടുള്ള ഉണ്ണിയാണ് സംസാരിച്ചത്. അന്ന് വെച്ചിട്ടുള്ളത് 2 പരിപാടികളാണ്. ഒന്ന് പൊതു ശ്മശാനവും അതുപോലെ തന്നെ ഒന്ന് വെച്ചിട്ടുള്ളത് വില്ലേജാണ്. ഈ പൊതു ശ്മശാനം 1982 1 ഏക്കർ ഭൂമി 82 പഞ്ചായത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അത് 1 ഏക്കർ ഭൂമി 253 A എന്ന് പറയുന്ന സർവേ നമ്പറിൽ ഉൾപ്പെട്ട ഒരു ഭൂമിയാണ് ശ്മശാന ഭൂമി. അതിൽ എൻ്റെ ധാരണപ്രകാരം യൂസഫ് അലിക്ക അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്ന സമയത്ത് ആണ് ഏറ്റവും ആദ്യം അതിന് തടസ്സം നിർത്തിക്കൊണ്ട് ബയോഗ്യാസ് പ്ലാന്റ് കൊടുക്കുന്നു. അതിനുശേഷം CPMും DICയുമായിട്ടൊരു ഭരണം വന്നതിന് ശേഷം 2 പദ്ധതികൾ അവിടെ കൊടുന്നു. അത് കൊണ്ടുവന്നത് മൂലം ആ ശ്മശാനം എന്ന പദ്ധതി ഉപേക്ഷിക്കുകയാണ് ഈ 2 കക്ഷികളും ചെയ്തിട്ടുള്ളത്. കാരണം അത് വന്നാൽ അവിടെ ശ്മശാനം ഉൾപ്പെടാൻ സാധിക്കില്ല. പിന്നെ വിജയേട്ടൻ പറഞ്ഞു പൊതുജനങ്ങളുടെ താല്പര്യം. ഈ ശ്മശാന ഭൂമി എന്നത് 1982 വന്നപ്പോൾ അതിനുശേഷം എന്നാണ് അവിടെ വീടുകൾക്ക് നമ്പർ ഇട്ട് കൊടുത്തത്? അത് ഇവർ 2 പേരുമാണ് അത് ചെയ്തിട്ടുള്ളത്. അത് ഈ ശ്മശാനം എന്ന പദ്ധതി തകിടം മറിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. അതിന് ഒരു തർക്കവുമില്ല. ആ ഈ ജനസാന്ദ്രത കണക്കിലെടുത്ത് ജനങ്ങൾ അവിടെ അധിവസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ആ പൊതു ശ്മശാനം അവിടെ നിന്ന് മാറ്റുന്ന ഒരു പരിപാടിയാണ് 2 പേരും ചെയ്തിട്ടുള്ളത്. പിന്നെ ലൈഫ് നിർമ്മാണ പദ്ധതി ഇപ്പോൾ ഇവിടെ പറയുകയുണ്ടായി. ലൈഫ് നിർമ്മാണത്തിൽ അനിൽ അക്കരെ വന്ന് എന്നാണ് പറയുന്നത്. അനിൽ അക്കരെ വന്ന അദ്ദേഹത്തിൻ്റെ കോൺട്രാക്ട് മുഖേന അത് നശിച്ചു എന്നാണ് പറയുന്നത്. അത് നിന്നുപോയി. ഇനി അവർ വീണ്ടും വന്നെങ്കിലാണ് അത് ഇനി വീണ്ടും വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ കോടതിയിൽ അല്ല ഇവര് രണ്ട് ഗവൺമെന്റുകളും ഇടപെടാം. ഈ ഇത് നിലനിൽക്കുമ്പോൾ ഉള്ള സർക്കാരിനും മറ്റേ പ്രതിപക്ഷത്തിനും ഇത് പറയാം. അവരത് പറഞ്ഞ് ശരിയാക്കേണ്ടതാണ് എന്നതുപോലെ ഇവര് തമ്മിലുള്ള ഡീൽ അതിന്റെ കാര്യങ്ങൾ ഇടപെട്ട് നിർമ്മാണം തടസ്സപ്പെടുത്തിയോ പിന്നെ സർക്കാർ ഇടപെടുന്നതില്ലേ ഒരു കാര്യങ്ങൾ ഈ ഡീൽ തന്നെ ഒന്നും കൂടി പറയാൻ തീരുമാനിച്ചെടുക്കണം. നമ്മുടെ വില്ലേജ് ഓഫീസ് ഇവിടെ നിർമ്മാണം ഉണ്ടാക്കുന്നു ഇവിടെ പറയണ്ടായി. ഈ വില്ലേജ് ഓഫീസ് അതിൻ്റെ ഭൂമി കൈമാറ്റം നടക്കേണ്ട ഒരു കാലഘട്ടം ആണ് അതിന് തടസ്സമെന്നാണ് ഇവർ പറയുന്നത്. എന്നാൽ ഈ UDFും LDFും സംസ്ഥാന സർക്കാരുകൾ ഇവിടെ ഭരിക്കുമ്പോൾ അത് 2 പൊതുമരാമത്തും റവന്യൂ വകുപ്പും കൈമാറാൻ നമ്മുടെ പഞ്ചായത്ത് ഇടപെടണം. അത് ഇടപെടാത്തത് കൊണ്ടാണ്, ആ ഭൂമി കൈകാര്യം ചെയ്യാത്തത് കൊണ്ടാണ് വില്ലേജ് ഓഫീസ് അവിടെ തടസ്സപ്പെട്ടത്. അതിന് ഇവർ 2 കക്ഷികളും അതിന് തയ്യാറായിട്ടില്ല. 10 വർഷം അങ്ങനെയാണ് ഇവർ ഡീൽ പരിപാടി നടത്തിക്കൊണ്ട് BJPയുടെ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുള്ള എല്ലാ പദ്ധതികളും തകിടം മറിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം അല്ല മറ്റേ അങ്ങനെ പറയാൻ പറ്റും. ഞാൻ ഇങ്ങനെ പറയുമ്പോഴൊന്നും ഇടപെട്ടില്ലല്ലോ. ഞാൻ ഇവിടെ അല്ല പറഞ്ഞാൽ എളുപ്പമല്ല വിജയേട്ടാ. അങ്ങനെ പറഞ്ഞു പറയല്ലേ. ആലങ്കോട് പഞ്ചായത്തിൽ ഒരു ഖാദി സെന്റർ ഉണ്ട്. ആ ഖാദി സെന്റർ ശ്രീരാമകൃഷ്ണൻ നമ്മുടെ സ്പീക്കറായിരിക്കുന്ന സമയത്താണ് അത് അടച്ചുപൂട്ടിയത്. അത് അടച്ചുപൂട്ടുമ്പോൾ അവിടെ അതിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് അത് അടച്ചുപൂട്ടുക, അവിടുന്ന് പെൻഷൻ അടക്കം വാങ്ങിക്കുന്നുണ്ട്.
പെൻഷൻ വാങ്ങിച്ച അത്രയും കാലപ്പഴക്കമുള്ള ഖാദി സെൻറ്റർ അടച്ചു പൂട്ടുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന്, നമ്മുടെ ശ്രീരാമകൃഷ്ണൻ സാർക്ക് അതിന് ഇടപെടാൻ സാധിച്ചില്ല. അതുകൊണ്ട് ഇന്ന് അവിടെ പൊളിഞ്ഞു കിടക്കുകയാണ്. അത് വാടക കെട്ടിടത്തിൽ ഞാൻ പോയിട്ടാണ് വാടക കെട്ടിടത്തിൽ ആക്കണം എന്ന് പറഞ്ഞിട്ട് ആ മാഷെ തടഞ്ഞു വെച്ചിട്ട് ഇപ്പോൾ വാടക കെട്ടിടത്തിലാണ്. ഇപ്പോൾ ആ ചുമര് ഉപയോഗിക്കുന്നത് പാർട്ടിക്കാരുടെ ബോർഡ് ഒട്ടിക്കാൻ വേണ്ടി മാത്രമാണ്. 12 സെൻറ്റ് ഭൂമിയുണ്ട്. വിഷയത്തിലേക്ക് വരും. മറ്റേ ഇനി വീണ്ടും ഒരു ആർഗ്യുമെന്റ് വരുമ്പോൾ അതിനൊക്കെ നമുക്ക് സമയപരിമിതിയുണ്ട്. നിങ്ങൾ NDA മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഒന്ന് പറയും. ഇലക്ഷനെ നേരിടുമ്പോൾ ഉയർത്തി കാണിക്കുക. ഇലക്ഷനെ നേരിടുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾ എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും കഴിഞ്ഞ വികസന സെമിനാറിൽ ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞാണ്, അഡ്വക്കേറ്റ് സിന്ധു മാഡം ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിനോട് പറഞ്ഞ് അതിൻ്റെ എസ്റ്റിമേറ്റും പ്ലാനും എനിക്ക് തരികയാണെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ ഇടപെടുത്തിക്കൊണ്ട് അതിൻ്റെ ഫണ്ട് മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് ആലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ പൊതു ശ്മശാനം എന്ന പദ്ധതി കൊണ്ടുവരുന്നുള്ളത് 100% ഉറപ്പാണ്. ഞാൻ വില്ലേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ആ വില്ലേഷന്റെ സ്ഥലം ആ കേസ് തീർന്നുകൊണ്ട് തൊട്ടപ്പുറത്ത് തന്നെ അവർ പണിയാൻ പോവാണ്. പള്ള കെട്ടിടം പൊളിച്ചു മാറ്റി ആ സ്ഥലത്തിന്റെ അപ്പുറത്ത് ആ ബിൽഡിങ്ങിന് അപ്പുറത്ത് നമ്മൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങൾ, നമ്മുടെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്തപ്പെടേണ്ട വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് തിരുത്തപ്പെടും. അത് ഏത് വിഷയമായിക്കോട്ടെ, ജനങ്ങൾക്ക് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും പോരായ്മകളും നിങ്ങൾ തുറന്നു കാണിക്കൂ, മികച്ച സേവനം ജനങ്ങൾക്ക് കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകളടക്കം നമ്മൾ സംഘടിപ്പിക്കുന്നത്. ആലങ്കോട് പഞ്ചായത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഭരണ തുടർച്ചയ്ക്ക് വേണ്ടിയിട്ട് LDF ശ്രമിക്കുന്നു. നഷ്ടപ്പെട്ട ഭരണത്തെ തിരിച്ചുപിടിക്കാൻ UDF ശ്രമിക്കുന്നു. ഒരു നിർണായക സാന്നിധ്യമാകാൻ NDA ശ്രമിക്കുന്നു. ഈ മത്സരത്തിലൊടുവിൽ നമുക്ക് കാത്തിരുന്ന് കാണാം ആര് വിജയക്കൊടി പാറിക്കുമെന്ന്. ഈ ചാനൽ ചർച്ചയിലൂടെ പങ്കെടുത്ത LDFന്റെ പ്രതിനിധിയായി ശ്രീ വിജയൻ, UDFന്റെ ഷാനവാസ് വട്ടത്തൂർ, NDAയുടെ കൃഷ്ണൻ, 3 പേർക്കും നന്ദി അറിയിക്കുന്നു ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ. ജനപക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബെൻസി പോളിക്ലിനിക്. വി കെയർ ഫോർ യുവർ ഹെൽത്ത്. ആതുര സേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം. ബെൻസി പോളിക്ലിനിക്. അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം. ENT, നേത്രരോഗ വിദഗ്ധൻ, ഡെർമറ്റോളജിസ്റ്റ്, ജനറൽ ഫിസിഷ്യൻ, അസ്ഥിരോഗ വിദഗ്ധൻ, പീഡിയാട്രിഷ്യൻ, സൈക്കാട്രിസ്റ്റ്, ഫാമിലി മെഡിസിൻ ഡോക്ടർ, സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോടെയുള്ള TMT, എക്കോ, എക്സ്റേ വിഭാഗങ്ങൾ. പെയിൻ ക്ലിനിക്, മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ, ഡോക്ടർ ഓൺ കോൾ സൗകര്യം, രക്തസാമ്പിൾ ശേഖരണം, അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയാക് മോണിറ്ററി ICU തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി, പൊന്നാനി റോഡ്, ചന്തപ്പടി, പൊന്നാനി.